ഹായ് മക്കളെ, അപ്പം 14-ാം തീയതി നമ്മുടെ അക്കൗണ്ടൻസി എക്സാം ആണ് മക്കളെ. 2 ദിവസമേ നമ്മുടെ മുന്നിലുള്ളൂ അല്ലേ. അപ്പോൾ ഒരുപാട് പഠിക്കാനുണ്ടല്ലോ. ഒന്നും പഠിക്കാത്ത ഒരുപാട് മക്കൾ ഉണ്ടാവും സാറിന് അറിയാം. അപ്പം മക്കളെ, നിങ്ങൾക്ക് ഈ 2 ദിവസം കൊണ്ട് സിമ്പിളായിട്ട് പഠിച്ചു തീർത്ത് ഓണം എക്സാമിന് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പാകത്തിലുള്ള ടോപ്പിക്സ് മാത്രം സാറ് പറഞ്ഞുതരാം. എല്ലാം ഒന്നും വേണ്ട, ഇത് മാത്രം. റെഡി? അപ്പോൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ മക്കൾ പഠിച്ചു വെച്ചിരിക്കേണ്ടത് മക്കളെ ഈ ഒരു ടോപ്പിക്കാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ്. നോക്കിയോ, ഒന്നാമത്തത് തിയറിയാണ്. നമ്മുടെ പ്രൊവിഷൻ ഇൻ ആബ്സെൻസ് ഓഫ് പാർട്ണർഷിപ്പ് ഡീഡ്. ഓക്കെ, സിമ്പിൾ തിയറിയാണ്. ഒരു കള്ളിയൊക്കെ വരച്ചിട്ട് സാറ് കൃത്യമായിട്ട് മക്കൾക്ക് വേണ്ടി ഓൾറെഡി നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതൊന്ന് കാണുക, അല്ലെങ്കിൽ നമ്മൾ ലൈവിലൊക്കെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സിമ്പിളാണ്, പഠിച്ചു വയ്ക്കുക. എങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടും പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടും അത് നിങ്ങൾ പഠിക്കണം. മെയിൻ ഐറ്റം തന്നെയാണ് കാര്യം. ഇതാണ് നമ്മുടെ എസ് എ. സിമ്പിളായിട്ടുള്ള അതിൻ്റെ ഫോർമാറ്റ് പഠിച്ചാൽ മതി. ഫോർമാറ്റ് മാത്രം പഠിച്ചു വെച്ചാൽ മതി. അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എസ് എ എഴുതാൻ പറ്റും. റെഡി? അപ്പോൾ അത് അടിപൊളിയായിട്ട് നമ്മൾ ലൈവൊക്കെ എടുത്ത് തന്നിട്ടുണ്ട് മക്കൾക്ക്. ഓൾറെഡി നമ്മൾ ഇനി വീഡിയോയും നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ചാനലിലെ വീഡിയോസ് ഒക്കെ എടുത്ത് കാണുക. റെഡി? സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. ടെൻഷൻ വേണ്ട, സിമ്പിളാണ്. സാറ് സീരിയസ് ആയിട്ട് പറയാം, സിമ്പിളാണ്. ഓക്കെ, പിന്നെ നോക്കിയോ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിൻ്റെ കാൽക്കുലേഷൻ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നിങ്ങൾ പഠിച്ച് വെച്ചിരിക്കേണ്ടത് 4 കേസ് ഉണ്ട്. 4 കേസ് നിങ്ങൾ പഠിക്കേണ്ട. നോക്കുക, കേസ് 2 ആൻഡ് കേസ് 3 മാത്രം പഠിച്ചാൽ മതി. ഓർഡറിൽ വരുമ്പോൾ 2ാമത്തെയും 3ാമത്തെയും കേസ് ഏത് നമ്മൾ പഠിപ്പിച്ച് തന്നതിൽ ഏതാണോ ആ കേസ് അത് മാത്രം 2ാമത്തെയും 3ാമത്തെയും മാത്രം പഠിച്ചാൽ മതി. അത് മതി, അതേ ചോദിക്കും നിങ്ങളോട്. ഓക്കെ, റെഡി? എങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിൻ്റെ കാൽക്കുലേഷനും ഉണ്ട്. അതിൽ 4 കേസ് ഉണ്ട്. വേണ്ട, നിങ്ങൾ എന്ത് പഠിക്കുക? നമ്മുടെ കേസ് 3 ഇങ്ങനെ ഒരു കേസ് ഉണ്ട്. അതായത് പ്രൊഡക്റ്റ് മെത്തേഡ് കേസ് 3 കറക്റ്റ് നമ്മൾ കൗണ്ട് വെച്ച് നോക്കുമ്പോൾ. അപ്പം പ്രൊഡക്റ്റ് മെത്തേഡിലൂടെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ 3ാമത്തെ കേസ് അത് നിർബന്ധമായിട്ട് മക്കൾ പഠിച്ചു വെച്ചിരിക്കണം. അതിൽ നിന്ന് ആ ചോദ്യം വരിക. ഷോർട്ട് ആയി ചോദിക്കും. സിമ്പിളാണ്, അത്രയ്ക്ക് സിമ്പിളാണ്. ഒന്ന് നോക്കി വെച്ചാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അത് പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. ഉറപ്പാണ് ചോദിക്കുക. ദെൻ ലാസ്റ്റ് ഗ്യാരണ്ടി ഓഫ് പ്രോഫിറ്റിൻ്റെ ക്വസ്റ്റ്യനും മക്കൾ പഠിച്ചു വെച്ചിരിക്കണം. അതും സിമ്പിളാണ്. അപ്പോൾ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ 2 ദിവസം കൊണ്ട് പഠിക്കാൻ പറ്റുന്നതേ സാറ് പറഞ്ഞു തന്നിട്ടുള്ളൂ. ഇത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും, ഒരു ഡൗട്ടും വേണ്ട, പറ്റും. അതിനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോ ആയിട്ടും ഒക്കെ ലൈവായിട്ടും ഒക്കെ മക്കൾക്ക് നമ്മുടെ കൊമേഴ്സിൻ്റെ ചാനലിൽ എം എസ് സൊല്യൂഷൻസിൻ്റെ ചാനൽ ചെയ്ത് തന്നിട്ടുണ്ട്. അത് കണ്ടാൽ മതി, നിങ്ങൾക്ക് ഇത് പഠിച്ചെടുക്കാൻ പറ്റും, ഒരു ഡൗട്ടും വേണ്ട അതിൽ. ഇനി സെക്കൻഡ് ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ നോക്കി, അഡ്മിഷൻ ഓഫ് എ പാർട്ണർ. നമുക്കറിയാം ഒരു 1/4 ഭാഗമേ പഠിക്കാറുള്ളൂ, പക്ഷേ അതിൽ കുറേ ടോപ്പിക് ഉണ്ട്. അതൊന്നും പഠിക്കണം. സാറ് പറയുന്ന ഈ കാര്യം മാത്രം പഠിച്ചു വെക്ക്. ഒന്നാമത് എന്താണ് റീകോൺസ്റ്റിറ്റ്യൂഷൻ? അറിയാലോ, ഫസ്റ്റത്തെ ഒരു കുഞ്ഞി തിയറിയാണ് റീകോൺസ്റ്റിറ്റ്യൂഷൻ. എന്ത്? അതിൻ്റെ ഒരു മോഡ്സ് വരുന്ന ഒരു തിയറി ഉണ്ട്, മോഡ്സ് ഓഫ് റീകോൺസ്റ്റിറ്റ്യൂഷൻ. ഇത് മാത്രം പഠിക്കും. അതിൽ നിന്ന് പ്രോബ്ലം ഉണ്ടാവും. പ്രോബ്ലം അല്ല, ക്വസ്റ്റ്യൻ വരും 2 മാർക്കിനൊക്കെ. അത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്താൻ പറ്റും. ഇനി അടുത്തതാ അഡ്മിഷൻ്റെ ഒരു തിയറി ഉണ്ട്. അതായത് അഡ്മിഷൻ പുതുതായിട്ട് ഒരു പാർട്ണർ ഫേമിലേക്ക് വരുമ്പോൾ അയാളുടെ റൈറ്റ്സ് എന്ത് എന്ന് പറയുന്ന ഒരു കുഞ്ഞി തിയറി. അതൊന്നും മക്കൾ ഓർത്ത് വെച്ചിരിക്കണേ. ചിലപ്പോൾ 2 മാർക്കിനൊക്കെ ചോദ്യം വരും. 1-2 മാർക്കിന് നമ്മൾ ക്വസ്റ്റ്യൻ കാണാറുണ്ട്. എങ്കിലെടുത്തതാ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആൻഡ് സാക്രിഫൈസിംഗ് റേഷ്യോ. ഇതിന് മക്കൾ കണ്ടുപിടിക്കാനുള്ള മെത്തേഡുകൾ നമ്മൾ പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. അത് നിങ്ങൾ ചെയ്ത് തന്നെ പഠിക്കണം. കാര്യം അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നിന്ന് ചോദ്യം വരും. റെഡി? പിന്നെ വരുന്നത് ഗുഡ്വില്ലിൻ്റെ തിയറിയാണ്. ഗുഡ്വില്ലിൻ്റെ ഒരു തിയറി ഉണ്ട്. ഇത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഗുഡ്വിൽ എന്ന് പറയുന്ന ഒരു സാധനം. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഗുഡ്വിൽ. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ആ ഒരു പോയിന്റ് മാത്രം ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, അത് നമ്മൾ തിയറി ആയിട്ട് കാണാറുണ്ട്. അതുകൊണ്ടാണ്. എങ്കിൽ ഇതാ നോക്കിയോ, ഗുഡ്വിൽ കാൽക്കുലേഷൻ. ഓക്കെ, ഗുഡ്വിൽ കാൽക്കുലേഷനിൽ മക്കൾ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡും ക്യാപിറ്റലൈസേഷൻ മെത്തേഡും ഒന്ന് നോക്കി വെക്കണം. അതിൽ നിന്നാണ് കുറച്ചധികം നമ്മൾ ക്വസ്റ്റ്യൻസ് കാണാറുള്ളത്. റെഡി അല്ലേ? പിന്നുള്ളത് ആവറേജും വെയ്റ്റഡ് ആവറേജ് മെത്തേഡ്. ആവറേജ് സിമ്പിളാണ്, കൂട്ടിയിട്ട് അങ്ങോട്ട് അല്ലെ ആവറേജ് കാണുന്നിട്ട് ഇയർ കൊണ്ട് അങ്ങോട്ട് ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗുഡ്വിൽ കിട്ടി. അതുകൊണ്ട് അത് സിമ്പിളാണ്. അപ്പോൾ കുറച്ച് നിങ്ങളൊന്ന് കൺഫ്യൂസ് ചെയ്യുന്ന ഈ 2 മെത്തേഡ് അത് നിങ്ങൾ നോക്കി വെച്ചിരിക്കുക. സൂപ്പർ പ്രോഫിറ്റും ക്യാപിറ്റലൈസേഷനുമാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ക്വസ്റ്റ്യൻ കാണാറുള്ളത്. സോ അത് സിമ്പിളായിട്ട് പഠിക്കാം നിങ്ങൾക്ക്. നമ്മളത് ചെയ്തിട്ടുണ്ട്, വീഡിയോസ് അതൊന്നെടുത്ത് കാണുക. പിന്നെ നോക്കുക, ട്രീറ്റ്മെൻറ്റ് ഓഫ് ഗുഡ്വിൽ. ട്രീറ്റ്മെൻറ്റ് ഓഫ് ഗുഡ്വിൽ ഒരു 8ഓളം ട്രീറ്റ്മെന്റ് ഉണ്ട്. 8ഓളൊന്നും പഠിക്കേണ്ട, വേണ്ട. ഈ കേസ് ഗുഡ്വിൽ റിട്ടേൺഡ് ഇൻ ദ ബിസിനസ് എന്ന് പറയുന്ന ഒരു കേസ് ഉണ്ട്. അത് 2ാമത്തെ കേസ്. സാറ് പഠിപ്പിച്ചു തന്നത് 2ാമത്തെ കേസ്. പിന്നെയോ വിഡ്രോൺ ബൈ പാർട്ണർ. അത് 3ാമത്തെ കേസാണ്. അതായത് 2ാമത്തെയും 3ാമത്തെയും ഈ 2 കേസും ഗുഡ്വിൽ ട്രീറ്റ്മെന്റിൽ മക്കൾ പഠിച്ചു വെച്ചിരിക്കുക. മതി, ഇത്രയും മതി. ഈ കാര്യം മക്കൾക്ക് ഈ 2 ദിവസം കൊണ്ട് പഠിക്കാൻ പറ്റും. അതിലൊരു ഡൗട്ടും ഇല്ല. സാറിന് ഒരു ഡൗട്ടും ഇല്ല. നിങ്ങൾക്ക് ഡൗട്ട് വേണ്ട. നിങ്ങൾക്ക് പറ്റുന്ന കാര്യങ്ങളെ സാറ് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇത് പ്രോപ്പറായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അക്കൗണ്ടൻസി എക്സാം മോശമല്ലാതെ എഴുതാൻ പറ്റും. അതിലൊരു ഡൗട്ടും വേണ്ട. ഓക്കെ, നല്ല മാർക്ക് കിട്ടും, A+ കിട്ടുന്നൊന്നും സാറ് പറയുന്നില്ല. പക്ഷേ നല്ലൊരു മോശമില്ലാത്തൊരു മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. നിങ്ങൾ ഫെയിൽ ആവില്ല, അത് സാർ ഉറപ്പ് പറയുന്നു. റെഡിയാണ്? സെറ്റ്. എങ്കിൽ ഇത് 2 കാര്യങ്ങളും അടിപൊളിയായിട്ട് നോക്കി നമ്മളെ ലൈവും വീഡിയോസും ഒക്കെ എടുത്തിട്ട് കാണുക. അടിപൊളിയായിട്ട് പഠിക്കുക. എങ്കിൽ ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞോട്ടെ. ഇപ്പോൾ അറിയാലോ നമ്മൾ എത്രമാത്രം ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് നമുക്കൊക്കെ അറിയാലോ അല്ലേ. ഓണം എക്സാമിനൊക്കെ ഇതേപോലെ തന്നെ പോയാൽ മതിയോ? ഈ വർഷം ക്രിസ്മസ് എക്സാം വരുന്നുണ്ട്, ഇംപ്രൂവ്മെൻറ്റ് എക്സാം വരുന്നുണ്ട്, മോഡൽ എക്സാം വരും, പബ്ലിക് എക്സാം വരും, പ്രാക്ടിക്കൽ എക്സാം വരും. അതിനൊക്കെ ഇങ്ങനെ കളിച്ചാൽ മതിയോ? പോരാ. നന്നായിട്ട് പഠിക്കണം തോന്നില്ലേ ഇപ്പം? എങ്കിൽ ഈ ഒരു തെറ്റ്
ക്രിസ്മസ് എക്സാമിനും മോഡൽ എക്സാമിനും പബ്ലിക് എക്സാമിനും ഉണ്ടാവരുത്. സോ ഒരു ബാച്ചിൻ്റെ ഒക്കെ ഇമ്പോർട്ടൻസ് മക്കൾ മനസ്സിലാക്കുക, ബാച്ചിലൊക്കെ ജോയിൻ ചെയ്ത് പഠിക്കുക. അങ്ങനെ പഠിക്കേണ്ടതാണ് ഈ വർഷം. ഓക്കെ, അത് നിങ്ങൾ എന്തിനോ വേണ്ടി ചെയ്യുന്നതല്ല, നിങ്ങൾക്ക് വേണ്ടി മാർക്ക് കിട്ടാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ്. ഓക്കെ, അത് മനസ്സിലാക്കുക. നമ്മുടെ ബാച്ചിലൊക്കെ ജോയിൻ ചെയ്ത് പഠിക്കുക. നിങ്ങൾക്ക് നല്ല മാർക്ക് ഈ വർഷം നമ്മൾ ഗ്യാരണ്ടി പറയുന്നു. അതിന് വേണ്ടതൊക്കെ നമ്മൾ ചെയ്തു തരും. ഓക്കെ, ഒരു ടെൻഷനും ഇല്ലാതെ അടുത്ത എക്സാം ഒക്കെ മക്കൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ടാണ് മക്കൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ പ്രീമിയം കൊമേഴ്സ് ബാച്ച്. സോ അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കുക, അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാം. അപ്പം ബാച്ചിലൊക്കെ ജോയിൻ ചെയ്യുക, ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, എങ്കിൽ അടിപൊളിയായിട്ട് പഠിക്കുക. വീണ്ടും കാണാം. ബൈ.